സാർ, ഈ സി എ നടപ്പാക്കില്ല എന്ന് ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരാണ്. എന്നാൽ ബംഗാൾ ഉൾപ്പെടെ സി എ നടപ്പാക്കാനങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞു. എന്തായിരിക്കും ഇനി ചെയ്യാൻ പോവുക? ബംഗാളിൽ മറ്റേ പൗരത്വം കൊടുത്തു തുടങ്ങി. ബംഗാളിൽ മാത്രമല്ല, അതിൻ്റെ കൂടെ ഉത്തരാഖണ്ഡ്, ഹരിയാന സംസ്ഥാനങ്ങളിലും ഇന്നലെ പൗരത്വം, അതായത് തിരഞ്ഞെടുപ്പ് തീരുന്നതിന് മുമ്പ് തന്നെ അത് ബംഗാളിലും. കാരണം അത് കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് റാലിയിലും അവർ മിനിഞ്ഞാന്നും പറഞ്ഞിരുന്നു, ഇത് സി എ നടപ്പാക്കില്ല എന്നും മമത അവിടെ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത് ഈ സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ എംപവേർഡ് കമ്മിറ്റീസ് ഉണ്ട്. ആ കമ്മിറ്റികളാണ് ഇത് ഈ ശുപാർശ കൊടുക്കുന്നതും ചെയ്യുന്നതൊക്കെ. ബംഗാളിലും അതിൻ്റെ കമ്മിറ്റി ഉണ്ട്. ഇത് കൊടുക്കുന്നത് സംസ്ഥാനമൊന്നുമല്ല, ഇത് കേന്ദ്രത്തിൻ്റെ നിയമവും കാര്യങ്ങളും ഒക്കെയാണ്. 2019 ഈ നിയമം നടപ്പാക്കി. അതിൻ്റെ റൂൾസ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഈ മാർച്ചിലാണ്, 6 ദിവസത്തിന് മുമ്പാണ് വന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് അത് ചെയ്തത്. അപ്പോൾ അന്ന് തന്നെ വലിയ ബഹളമൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കേരളത്തിലുമൊക്കെ. കോഴിക്കോട് എന്തോ മീറ്റിംഗ്, റാലി, ഇങ്ങനത്തെ പരിപാടികളൊക്കെ കുറേ കാലമായിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നടപ്പാക്കാതിരിക്കാൻ പറ്റില്ല. കാരണം കേന്ദ്രത്തിൻ്റെ നിയമവും അത് നടപ്പാക്കുന്നതും കേന്ദ്രമാണ്. കാരണം പൗരത്വത്തിൻ്റെ കാര്യമാണല്ലോ. അതെ, ഇന്ത്യൻ പൗരനാണോ ഇന്നയാൾ എന്ന് നോക്കുന്ന ഒരു കാര്യമാണ്. അതെ, അത് സംസ്ഥാനമല്ലല്ലോ നിശ്ചയിക്കുന്നത്, അല്ലല്ല, കേന്ദ്രമാണ്. അത് സത്യത്തിൽ ഈ ഭരണഘടനയിൽ തന്നെ ഈ പൗരത്വത്തിൻ്റെ കാര്യമൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ വിഭജനം നടന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പാകിസ്ഥാൻ ഞങ്ങൾക്ക് മറ്റേ മുസ്ലിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടാണ് മറ്റേ പാകിസ്ഥാൻ ഉണ്ടാക്കിയത്, ജിന്ന. അത് മതരാഷ്ട്രമാണ്, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതാണ്. ഇന്ത്യ പക്ഷേ ഹിന്ദു രാഷ്ട്രമാണെന്ന് അവകാശപ്പെടാറില്ല. പാകിസ്ഥാൻ വിഘടിച്ചു പോയത് ഏതായാലും മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് മതാടിസ്ഥാനത്തിലായതുകൊണ്ട് നമ്മൾ അവിടുന്നുള്ള നമ്മുടെ മറ്റേ പൗരന്മാർ, ഹിന്ദുക്കൾ പെർസിക്യൂഷൻ അവിടെ നേരിടുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ന്യൂനപക്ഷമായതുകൊണ്ട് അത് അതിന് അവിടെ ഇപ്പോൾ 2%, 3% ഒക്കെ ഉള്ളൂ. എങ്കിലും മുമ്പ് തരക്കേടില്ലാതെയൊക്കെ ഉണ്ടായിരുന്നു. 18% ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ക്ഷേത്രമൊക്കെ ഉണ്ട്. ക്ഷേത്രമൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ആ സമയത്ത് നമ്മൾ ഈ ചരിത്രമൊക്കെ നോക്കുകയാണെങ്കിൽ ഈ അവിടുന്ന് ഹിന്ദുക്കൾ ധാരാളം പലായനം ചെയ്തു തുടക്കത്തിൽ തന്നെ. അത് കഴിഞ്ഞ് അവിടെ നോക്കുമ്പോൾ ഈ നഗരങ്ങളൊക്കെ ഉണ്ടല്ലോ, ലാഹോർ പോലത്തെ നഗരങ്ങളുമൊക്കെ ഭയങ്കര ദുർഗന്ധപൂരിതമായി. എന്താണെന്ന് വെച്ചാൽ ഈ സ്കാവെഞ്ചിങ് എന്ന് പറഞ്ഞാൽ മലിന വസ്തുക്കളൊക്കെ നീക്കം ചെയ്യുന്ന പരിപാടികളൊക്കെ ചെയ്തിരുന്നത് ഹിന്ദുക്കളായ പിന്നാക്ക വിഭാഗക്കാരായിരുന്നു പാകിസ്ഥാനിൽ. അപ്പോൾ അവിടെ മതരാഷ്ട്രമായതുകൊണ്ട് അവരിങ്ങനെ പലായനം ചെയ്യുമ്പോൾ ഈ പണി ചെയ്ത് മറ്റവർക്ക് പരിചയമില്ലായിരുന്നു, മുസ്ലിങ്ങൾക്ക്. അങ്ങനെ ഇവർ തിരിച്ചു വിളിക്കാനൊക്കെ അക്കാലത്ത് പരസ്യം ചെയ്യുക, ഇൻസെൻറ്റീവ്സ് പ്രഖ്യാപിക്കുക, ഇങ്ങനെയൊക്കെ ഞാൻ ചരിത്രത്തിൽ ധാരാളമായിട്ട് വായിച്ചിട്ടുണ്ട്. ഹിന്ദുക്കളില്ലാതെ പല കാര്യങ്ങളും നടക്കുകയില്ല എന്നൊക്കെയുള്ളത്. പിന്നെ ആ കാലത്ത് പലതരം കേസുകളൊക്കെ ഉണ്ടായതൊക്കെ ആയിട്ട് പരാമർശിക്കുന്നൊക്കെ ഉണ്ട്. ഭരണഘടനയിൽ തന്നെ ചില കേസുകളൊക്കെ പരാമർശിച്ചിട്ടുണ്ട്. റഹ്മത്തുല്ല എന്ന് പറഞ്ഞ ഒരാളുടെ, മലയാളിയുടെ തന്നെ കേസൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത്. കാരണം അങ്ങോട്ട് തിരിച്ചു പോകും. തിരിച്ചു പോകുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനിലേക്ക് പോയ ആളുടെ ഇവിടുത്തെ സ്വത്ത് മറ്റേ കണ്ടുകിട്ടും സർക്കാർ. അപ്പോൾ അങ്ങോട്ട് പോയ ആൾക്കൊരു വിഷമം ഉണ്ടാവും. പിന്നെ ഇല്ല, ഞാൻ തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ വരാം എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. കാരണം ഒരിക്കൽ പോയി കഴിഞ്ഞാൽ പോയതാണ്, പിന്നെ തിരിച്ച്. അതുപോലെ ഞാൻ എൻ്റെ പെങ്ങളുടെ കല്യാണത്തിനൊന്ന് പോയതാണ്, തിരിച്ചു വന്നതാണെന്ന് പറഞ്ഞിട്ടൊക്കെ ഞാൻ കേസ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പൗരത്വ വിഷയങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞാൽ നടക്കില്ല എന്നൊക്കെ ഉള്ളത് നമ്മൾ നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പൗരത്വത്തിൻ്റെ ഒരു വിഭാഗം ഭരണഘടനയിലുണ്ട്. അതിൽ പാകിസ്ഥാൻ്റെ കാര്യം അതിങ്ങനെ വിഭജിച്ചു പോയത് കൊണ്ട് എങ്ങനെ ഈ പൗരത്വം കൈകാര്യം ചെയ്യുന്നു പ്രത്യേകം ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ തട്ടിപ്പ് പരിപാടി എടുത്തത്. ഈ മുസ്ലിം ലീഗ് കേസിന് പോയിട്ടുണ്ടല്ലോ. മുസ്ലിം ലീഗ് കേസിന് പോയിരിക്കുമ്പോൾ ഭരണഘടനയിലെ 25, 26 വകുപ്പൊക്കെയാണ് ഈ
മതസ്വാതന്ത്ര്യം, മൗലിക സ്വാതന്ത്ര്യം തുടങ്ങിയ വകുപ്പുകളൊക്കെയാണ്. ആ വകുപ്പും പൗരത്വ നിയമമായിട്ട് എന്താ ബന്ധം? ഇൻഡയറക്റ്റ് ആയിട്ട് അതിലേക്ക് കൊണ്ടുവരുവാനല്ലേ. ആ പൗരത്വത്തിന്റെ വകുപ്പ് വേറെയാ ഭരണഘടനയിലെ. അത് വെച്ചിട്ട് കേസിന് പോയാൽ കോടതിയുടെ വരാന്തയിൽ പോലും നിൽക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വിഭജന കാലത്ത് തന്നെ പൗരത്വം എങ്ങനെയായിരിക്കും എന്ന് കൃത്യമായിട്ട് ഇങ്ങനെ ഒരു വിഭജനം ഉണ്ടായത് കൊണ്ട് പാകിസ്ഥാനുമായിട്ടുള്ള പൗരത്വ പ്രശ്നങ്ങൾ എങ്ങനെയെന്ന് ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണ് കുഴപ്പം. അത് ലംഘിക്കാൻ പറ്റാത്തതാണ്. അതിൽ ഒരിക്കലും ഇനി തിരിച്ചു പോകാൻ പറ്റില്ല ഈ പൗരത്വത്തിൻ്റെ പ്രശ്നത്തിൽ. അത് അതിൽ തന്നെ പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് അത് ഇപ്പോഴേ ഈ CAA ഒക്കെ ആയിട്ട് വന്നുള്ളൂ. 2014 ഡിസംബർ 13 വരെ ഇന്ത്യയിൽ വന്നിരിക്കുന്നവർക്കാണ് പൗരത്വം കൊടുക്കുന്നത്. ഇത് 2019 നടപ്പാക്കിയിട്ട് സത്യത്തിൽ അവരുടെ പൗരത്വം 5 കൊല്ലം ഡിലേഡ് ആവുക ചെയ്തത്. കാരണം ഇപ്പോൾ റൂൾസ് ഇപ്പോഴല്ലേ വന്നുള്ളൂ. 2019 തന്നെ കൊടുക്കായിരുന്നല്ലോ. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് മതി എന്ന് തീരുമാനിച്ചതാകാം, അതെന്തെങ്കിലും ആകട്ടെ. പക്ഷേ ഡിലേഡ് ആണെങ്കിലും അത് അവർക്ക് അർഹതയുള്ളത് കൊണ്ടാണ് ഇപ്പോൾ മറ്റേ ബംഗാളിലും ഉത്തരാഖണ്ഡിലും ഹരിയാനയിലും ഒക്കെ ഇന്നലെ കൊടുത്തത്. ഇപ്പോഴും ഈ മമതാ ബാനർജി പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത് ഈ ന്യൂനപക്ഷങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കുന്നത് നടപ്പാക്കില്ല എന്നല്ലേ. അപ്പോൾ ഈ ന്യൂനപക്ഷ വോട്ടിന് വേണ്ടിയിട്ട് കള്ളം പ്രചരിപ്പിക്കുകയല്ലേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതെ, അതിൻ്റെ തിരിച്ചടി തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അവർക്ക് കിട്ടിയല്ലോ. അവിടെ റോഹിംഗ്യ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് മറ്റേ റേഷൻ കാർഡും ആധാർ കാർഡും ഒക്കെ ഫ്രീ ആയിട്ടും വ്യാജമായിട്ടും ഒക്കെ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു വോട്ടിന് വേണ്ടി. അതാണല്ലോ കഴിഞ്ഞ ദിവസം മറ്റേ സംവരണം റദ്ദാക്കുന്ന വിധി ഹൈക്കോടതിയിൽ നിന്ന് വന്നത്. കാരണം രേഖകളൊക്കെ ഇങ്ങനെ വ്യാജമായിട്ട് കൊടുത്തിട്ട് അതാണ് 2011 വരെയുള്ള ഒരു കട്ട് ഓഫ് ഡേറ്റ് വെച്ചിട്ട് ഹൈക്കോടതി പറഞ്ഞത്. 2011 ശേഷം ഈ മമത വന്ന ശേഷമുള്ള ഈ വ്യാജ പരിപാടികൾ മുഴുവൻ അവിടെ റദ്ദാക്കപ്പെട്ടു. സാർ, അങ്ങനെയാണെങ്കിൽ ഇതുപോലെ തന്നെ നിലപാടെടുക്കുന്ന സംസ്ഥാനമാണ് കേരളം. മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയൻ പറഞ്ഞു ഒരു കാരണവശാലും ഇവിടെ നടപ്പാക്കില്ല. സാർ നേരത്തെ പറഞ്ഞാൽ കോഴിക്കോട്ട് ഈ മുസ്ലിം സംഘടനകൾ വലിയ റാലിയൊക്കെ നടത്തി. എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? ഇല്ല. കാരണം കേരളത്തിൽ ഇത് നടപ്പാക്കി കഴിഞ്ഞു. കേരളത്തിൽ നടപ്പാക്കിയെന്ന് പറഞ്ഞാൽ 2022 ഒക്ടോബറിൽ ഒരു നൈജീരിയൻ പൗരൻ മുസ്ലിമാണ് ഹൈക്കോടതിയിൽ കേസ് വന്നു. പുള്ളി വിസ കഴിഞ്ഞിട്ടോ മറ്റോ ഇവിടെ കൂടുതൽ കാലം നിൽക്കുമോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഡിപ്പോർട്ട് ചെയ്യുകയാണല്ലോ. അപ്പോൾ പക്ഷേ ജയിലിലാണ് ഇട്ടിരിക്കുന്നത്. അല്ല, ഈ CAA നടപ്പാക്കിയതാണല്ലോ, 2019 നിയമമാണല്ലോ. ഞാൻ ജയിലിൽ കിടക്കേണ്ട ആളല്ല. CAA നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഡിറ്റൻഷൻ സെൻറ്റേഴ്സ് വേണം, അതുകൊണ്ട് തന്നെ ഡിറ്റൻഷൻ സെൻറ്ററിൽ വേണം പാർപ്പിക്കാന്ന് പറഞ്ഞിട്ട് അയാൾ ഹൈക്കോടതി കേസ് പോയി. ആ കേസിൻ്റെ കാര്യങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേരള സർക്കാരിന് നോട്ടീസ് പോയി. അപ്പോൾ കേരള സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞു ഞങ്ങൾ ഡിറ്റൻഷൻ സെൻറ്റേഴ്സൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് തൃശ്ശൂരിൽ ആഭ്യന്തര വകുപ്പിൻ്റെയും സാമൂഹ്യ ക്ഷേമ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ കൊല്ലം ജില്ലയിൽ കൊട്ടിയത്തും ഡിറ്റൻഷൻ സെൻറ്റർ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ആ തടവ് കേന്ദ്രങ്ങളിൽ പാർപ്പിച്ചോളാം എന്നൊക്കെ പറഞ്ഞൊരു അണ്ടർടേക്കിങ് 2 കൊല്ലം മുമ്പേ കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അന്ന് ഇവിടെ ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകളും മ്യാൻമറിൽ നിന്നുള്ള ആളുകളും ഒക്കെ ജയിലിൽ കഴിയുന്നുണ്ടായിരുന്നു ഇതുപോലെ. അപ്പോൾ അത്രയും ആളുകളെ 11 പേര് മറ്റോ അങ്ങനെ ഡിറ്റൻഷൻ സെൻറ്ററിൽ പാർപ്പിച്ചിരുന്നതായിട്ടാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇവിടെ നടപ്പാക്കി കഴിഞ്ഞാണ്. നടപ്പാക്കാതിരിക്കാൻ പറ്റില്ല ഇത്. കാരണം ഇത് ഭരണഘടനാപരമാണ്. നടപ്പാക്കാതിരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ മറ്റേ ഭരണഘടനയിൽ പാകിസ്ഥാൻ്റെ കാര്യമാണല്ലോ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ അഫ്ഗാനിസ്ഥാനെയും ബംഗ്ലാദേശിനെയും കൂടി വരുന്നുണ്ട്. അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ബുദ്ധിസ്റ്റുകൾ, ഹിന്ദുക്കളല്ലാതെ ബുദ്ധിസ്റ്റുകൾ, സിഖുകാർ, ജൈനമതക്കാർ ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. പല പാഴ്സികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും വരാം. ഈ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇത് പ്രചരിപ്പിച്ച ബംഗാളിലും കേരളത്തിലും മുഖ്യമന്ത്രിമാർക്ക് ഇനി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു തിരിച്ചടി ഉണ്ടാവില്ല എന്തായാലും. അങ്ങനെ ഉണ്ടെങ്കിൽ അവരെങ്ങനെ പിന്നീട് ജനങ്ങളെ അഭിമുഖീകരിക്കും? അല്ല, അവർ ഈ രാഷ്ട്രീയക്കാർക്ക് അഭിമുഖീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. സമരങ്ങളൊക്കെ കുറച്ച് ദിവസമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. സമരം ഏശില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ് പറ്റിക്കുകയാണല്ലോ ഈ പാവങ്ങളെ. അതെ, ഇതുകൊണ്ട് ഇന്ത്യയിലെ ഒരു മുസ്ലിമിന് പോലും ഒരു ദോഷവും വരാനില്ല. പൗരത്വ പ്രശ്നം, പൗരത്വം കിട്ടാത്ത ഏതെങ്കിലും ഒരു മുസ്ലിം ഇന്ന് ഇന്ത്യയിലുണ്ടോ? ഈ സ്വാതന്ത്ര്യ സമരകാലത്ത് ഇവിടെ ഉണ്ടായിപ്പോയ ഒരു മുസ്ലിമിന്. കാരണം
ഒരു മുസ്ലിമിൻ്റെ കയ്യിൽ അന്ന് തന്നെ ആവശ്യമായ രേഖകൾ ഉണ്ടല്ലോ ഇവിടെ. അതെ. കാരണം അപ്പൻ അബൂബക്കർ ആണെങ്കിൽ അദ്ദേഹം എന്നടുത്ത് ജയിച്ചാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാർഡുകളെല്ലാം ഉണ്ടല്ലോ, ആവശ്യമുള്ള റേഷൻ കാർഡോ ബാങ്ക് പാസ്ബുക്കോ എല്ലാ സാധനങ്ങളും രേഖകളും ഉണ്ടല്ലോ. പണ്ട് തൊട്ടേ ഇവിടെ ഉള്ള ആളുകളാണല്ലോ. കാരണം ഇവിടെ മതം മാറ്റമൊക്കെ നടന്നിട്ടൊക്കെ ധാരാളം കാലമായില്ലേ. ഇവിടെ ഇസ്ലാം വരുന്നതിന് മുമ്പേ അറബികൾ വന്നിട്ടുണ്ടല്ലോ, ക്രിസ്തുവിന് മുമ്പ് തന്നെ വന്നിട്ടുണ്ടല്ലോ അറബികൾ. ഖുറാനിലൊക്കെ പരാമർശിച്ചിട്ടുണ്ടല്ലോ. ഖുറാനിൽ നന്മ, നല്ലത് എന്നുള്ളതിൻ്റെ പര്യായ പദമായിട്ട് ഹിന്ദ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് പോകുന്ന സുഗന്ധദ്രവ്യങ്ങൾ ഈ വക കാര്യങ്ങളൊക്കെ ഖുറാനിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഇസ്ലാം വരുന്നതിന് മുമ്പേ ഇവിടെ അറബികളുണ്ട്. അറബികൾ പിന്നെ ഇസ്ലാം ചേരുന്നു എന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് വലിയ സൗകര്യങ്ങൾ കിട്ടുകയും സാമൂതിരിയ നമ്മുടെ സുൽത്താൻ എന്നൊക്കെ പൊന്നാനിയിലെ മഖ്ദൂം കുടുംബക്കാരാണ് അന്നത്തെ. ഇന്നല്ലേ പാണക്കാട് തങ്ങൾ എന്ന് പറയുന്നത്. അന്ന് പൊന്നാനിയിലെ മഖ്ദൂം കുടുംബമാണ്. അപ്പോൾ അവർ നമ്മുടെ സുൽത്താൻ എന്നൊക്കെ പറഞ്ഞ് മറ്റേ സാമൂതിരിയെ വിശേഷിപ്പിക്കുക. സാമൂതിരി ബീജാപ്പൂർ സുൽത്താന് വേണ്ടി യുദ്ധം ചെയ്യാൻ ഇവിടുന്ന് പടയച്ചു കൊടുക്കുക. ഔറംഗസേബിൻ്റെ യുദ്ധത്തിന് പടയച്ചു കൊടുത്തിട്ടുണ്ട്, മാപ്പിളമാരുടെ പട. ഇങ്ങനെയൊക്കെ ഒരു കാലഘട്ടം. പിന്നെ സാമൂതിരിയുടെ ഒരു ഉത്തരവുണ്ട്, എല്ലാ കുടുംബങ്ങളിലും ഒരാൾ ഇസ്ലാമിൽ ചേർന്നിരിക്കണം. അങ്ങനെയുണ്ട്. അങ്ങനെ ഒരു തിട്ടൂരമുണ്ട് സാമൂതിരിയുടെ. ഇങ്ങനൊരു വലിയ ഇസ്ലാമിക പശ്ചാത്തലം ഉള്ളത് കൊണ്ട് ഇവിടെ ഇസ്ലാമിൽ ചേർന്നിരിക്കുന്ന എല്ലാവർക്കും സകല രേഖകളും ഉണ്ട്. ഇവിടെ പൗരത്വ പ്രശ്നം ഒരു പ്രശ്നമേ അല്ല. ചുരുക്കം പറഞ്ഞാൽ ഈ ബംഗാളിലും ഹരിയാനയിലും ഉത്തരാഖണ്ഡിലും ഒക്കെ നടന്നതിലൂടെ ഒരു കൃത്യമായ സന്ദേശമാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നതെന്ന് പറയാം. മാത്രമല്ല ഈ ഉത്തരാഖണ്ഡിലെ ഗോവയിലും ഒക്കെ മറ്റേത് ഇത് നടപ്പാക്കി കഴിഞ്ഞു, ഏക സിവിൽ കോഡ്. ഇനി അടുത്ത അതിലേക്കായിരിക്കും കിടക്കുന്നത്. സംസ്ഥാനങ്ങൾ നടപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ കേന്ദ്രത്തിന് എന്താണ് ബുദ്ധിമുട്ട്? പക്ഷേ എനിക്ക് എന്നോടൊരാൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ ചിലപ്പോൾ ഏക സിവിൽ കോഡ് ഇനിയത്തെ തെരഞ്ഞെടുപ്പിന് മുമ്പായിരിക്കും ചിലപ്പോൾ നടപ്പാക്കാൻ പോകുന്ന. മോദി സർക്കാർ വന്ന ഉടനെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടെന്ന് എന്നോട് ഞാൻ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഒരാളെ ഡൽഹിയിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു. അത് ചിലപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിന് 1 വർഷം മുമ്പോ 2 വർഷം മുമ്പോ പ്രതീക്ഷിച്ചാൽ മതി, 2 കൊല്ലം കഴിഞ്ഞിട്ടോ മറ്റോ ഉടനെ. കാരണം ഇനി അമ്പലത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, മധുര ഗ്യാൻ വാബി, അങ്ങനെ പിന്നെ വേറെ ധാരാളം കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ട്. POKയിലെ തെരഞ്ഞെടുപ്പ് ഉടനെ നടത്തണ്ടേ, സെപ്റ്റംബർ 30-ന് മുമ്പ്. അപ്പോൾ POKയിലല്ല, കശ്മീരിലെ POKയിൽ 24 സീറ്റ് അതിനുവേണ്ടി നീക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ധാരാളം കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകാനുണ്ട് വേഗത്തിൽ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വളരെ വേഗത്തിൽ ഇനി. അതുപോലെ സംവരണത്തിൻ്റെ കാര്യം, മുസ്ലിങ്ങൾക്ക് ഈ എക്സ്ട്രാ സംവരണം കൊടുത്തിരിക്കുന്ന പ്രശ്നങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ധാരാളം വരാനുണ്ട്. അല്ലാതെ ഭരണഘടന മാറ്റേണ്ട കാര്യമൊന്നും ഭരണഘടനയിലില്ലല്ലോ. ആകെ മാറ്റേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെക്കുലർ എന്നൊക്കെ പറഞ്ഞ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥ കാലത്ത് ഒരു ആവശ്യമില്ലാതെ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ടല്ലോ. പക്ഷെ സെക്കുലർ എന്നുള്ളത് ഭരണഘടനയിൽ ചില ഭാഗങ്ങളിലുണ്ട്. അവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. എന്തായാലും CA സംബന്ധിച്ച് ഇപ്പോൾ ഈ മമതയും പിണറായിയും ഒക്കെ മലക്കം പറയുന്നത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതുകൊണ്ട് നമുക്ക് അല്ലെന്ന്. ഇത് കേരളത്തിൽ ഇത് നടപ്പാക്കി കഴിഞ്ഞു. അതാണ് ഞാൻ കോടതിയുടെ കാര്യം പറഞ്ഞത്. വെറുതെ ഇവര് ഈ നിരക്ഷരരാണ്, ഇവരെ നമുക്ക് പറ്റിക്കാമെന്ന് പണ്ടത്തെ പോലെ കരുതുകയാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടി. 1967 EMS ഒക്കെ കരുതിയ പോലെ. ഇപ്പം അവർക്കൊക്കെ നല്ല വിദ്യാഭ്യാസമായിപ്പോയി. ഇത് പറ്റിക്കാൻ പറയുന്നതാണെന്നൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. ഇതൊക്കെ നമുക്ക് വടകരയിലെ തെരഞ്ഞെടുപ്പിലും ഒക്കെ കാണാൻ പറ്റുമല്ലോ. മറ്റേ ശൈലജ നോക്കുമ്പോഴൊക്കെ. നമ്മുടെ എല്ലാ മുസ്ലിം സുഹൃത്തുക്കളോടും നമുക്ക് പറയാനുള്ളതാണ്, ബംഗാളിൽ നടപ്പാക്കി, അവിടെ നടപ്പാക്കില്ല എന്ന് പറഞ്ഞ് ദീദി നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കേരളത്തിൽ നടപ്പാക്കി കഴിഞ്ഞു, നടപ്പാക്കില്ല എന്നിപ്പോൾ പറയുന്നത് ശുദ്ധ തട്ടിപ്പാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.